നമുക്കിന്ന് ആത്മകഥകൾ പരിചയപ്പെടാം. PSC മലയാളം പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ് എഴുത്തുകാരുടെ ആത്മകഥകൾ. നമുക്ക് പ്രധാനപ്പെട്ട ആത്മകഥകൾ പരിചയപ്പെടാം. ആദ്യത്തേത് ജീവിതം ഒരു പെൻഡുലം, ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം, ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ ഈ ആത്മകഥ വയലാർ അവാർഡ് നേടിയിട്ടുണ്ട്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം ഒരു പെൻഡുലത്തിന്റെ ചലനം പോലെ, ചിലപ്പോൾ മുകളിലേക്ക് ചിലപ്പോൾ താഴേക്ക് എന്ന് വിവരിക്കുന്ന ആത്മകഥയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം. ജീവിതം എന്ന ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ ആത്മകഥ പറയുന്ന പ്രധാന സംഭവങ്ങൾ ശ്രീകുമാരൻ തമ്പിയുടെ ബാല്യകാല അനുഭവങ്ങളും കുടുംബജീവിതവും, സാഹിത്യ സാംസ്കാരിക ലോകത്തെ ഇടപെടലുകളും, ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും, ആത്മീയ പരിശോധനയിലൂടെ തീക്ഷ്ണമായ ജീവിതത്തിലുണ്ടായ മുഹൂർത്തങ്ങളും, മലയാള സാഹിത്യത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളുമെല്ലാം ഈ ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പ്രശസ്തനായ മലയാള ഗാനരചയിതാവും സംവിധായകനും നിർമ്മാതാവുമാണ് ശ്രീകുമാരൻ തമ്പി. 47ാമത് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് 2023 ജീവിതം ഒരു പെൻഡുലം എന്ന ഈ കൃതിക്കായിരുന്നു. 2023 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച ഈ അവാർഡിൽ 1,00,000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു വെങ്കല ശില്പവും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ച വർഷം 2023. ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. പ്രശസ്ത സിനിമാ നടനായ ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. ചിരിക്കു പിന്നിലാണ് ഇന്നസെന്റിന്റെ ആത്മകഥ. ഇത് പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ് ആണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പിന്നിലെ തീവ്രമായ പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക പരാജയങ്ങൾ, അദ്ദേഹത്തെ വേദനിപ്പിച്ച നിമിഷങ്ങൾ, അദ്ദേഹത്തിന് ജീവിതം നൽകിയ സന്തോഷങ്ങൾ, അദ്ദേഹത്തിന്റെ വിഷമങ്ങളെ എങ്ങനെ നേരിട്ടു, എങ്ങനെ പുഞ്ചിരിയോടെ നേരിട്ടു എന്നെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആത്മകഥയാണ് കോട്ടക്കൽ ശിവരാമന്റെ സ്ത്രൈണം. കഥകളിയിലെ മിനുക്ക്, അതായത് കഥകളിയിലെ മിനുക്ക് എന്ന വേഷം അവതരിപ്പിക്കുന്ന പ്രശസ്തമായ കഥകളി കലാകാരനാണ് കോട്ടക്കൽ ശിവരാമൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സ്ത്രൈണം. കഥകളി രംഗത്ത് മിനുക്ക് വേഷം, അതായത് സ്ത്രീ വേഷങ്ങളിലൂടെ അനശ്വരമായ മുദ്ര പതിപ്പിച്ച കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം. കേരളത്തിന്റെ പാരമ്പര്യ കലാരൂപമായ കഥകളിയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ഈ കലാകാരൻ നൽകിയ സംഭാവന അപാരമാണ്. ഈ പുസ്തകത്തിൽ കഥകളി പഠനത്തിന്റെ ആദ്യകാല അനുഭവങ്ങൾ, മിനുക്ക് വേഷങ്ങളുടെ സൗന്ദര്യശാസ്ത്രം, അദ്ദേഹം ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച പഠനം, അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര രംഗങ്ങളിലെ പ്രകടനങ്ങൾ, കഥകളി എന്ന കലയോടുള്ള അർപ്പണബോധം, ഇതെല്ലാം കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥയായ സ്ത്രൈണം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നു. ഇതാണ് സ്ത്രൈണം. കളിയരങ്ങിൽ സ്ത്രീവേഷങ്ങളെ അനശ്വരമാക്കിയ മഹാനടനായ കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥ. അടുത്തത് AR ഗൗരിയമ്മയുടെ ആത്മകഥയാണ്. അത് ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രീയത്തിലും ഇതിഹാസമായിരുന്നു
KR ഗൗരിയമ്മ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ സ്ത്രീ സാന്നിധ്യമായിരുന്നു അവർ. KR ഗൗരിയമ്മയുടെ ജീവിതം സാധാരണക്കാരിൽ നിന്ന് രാഷ്ട്രീയ ഇതിഹാസങ്ങളിലേക്കുള്ള ഒരു അസാധാരണമായ യാത്രയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്ന നേതാവാണ് KR ഗൗരിയമ്മ. ഈ കൃതിയുടെ പ്രാധാന്യം, ഈ കൃതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അതായത് ഈ ആത്മകഥ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. സ്ത്രീകളുടെ രാഷ്ട്രീയ സാന്നിധ്യത്തിന്റെയും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. അടുത്തതാണ് ദളിതൻ. ദളിതൻ എന്ന ആത്മകഥ KK കൊച്ചിന്റെ ആത്മകഥയാണ് ദളിതൻ. ദളിത് ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള വിപ്ലവകരമായ ഈ ആത്മകഥ മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. KK കൊച്ച് തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ സവർണ സമൂഹത്തിന്റെ അടിച്ചമർത്തലുകളെയും ദളിത് ജനതയുടെ പ്രതിരോധത്തിന്റെയും കഥ ശക്തമായി ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ദളിതൻ എന്നത് KK കൊച്ചിന്റെ ആത്മകഥയാണ്. അടുത്തത് പാവങ്ങളുടെ പടത്തലവനായ AK ഗോപാലന്റെ ആത്മകഥ എന്റെ ജീവിതകഥ. എന്റെ ജീവിതകഥ AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവാണ് AK ഗോപാലൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ ബാല്യം, വിദ്യാഭ്യാസം, പൊതുപ്രവർത്തനം, സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്കായി ജീവിതം അർപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതം, ഇതെല്ലാം ഈ ആത്മകഥയിൽ വിവരിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശില്പികളിൽ ഒരാളാണ് AK ഗോപാലൻ. തന്റെ ജീവിതയാത്ര ഈ ആത്മകഥയിൽ വിശദമായി രേഖപ്പെടുത്തുന്നു. സാധാരണക്കാരുടെ വസന്തം സ്വപ്നം കണ്ട ഒരു ജീവിതത്തിന്റെ പ്രചോദനാത്മകമായ ഒരു കഥയാണിത്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.